ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര കൊണ്ടുള്ളൊരു റൈസാണ്. പക്ഷെ അതിന് മുമ്പ് ഈ സാരി ഉണ്ടോ, എൻ്റെ സാരി ഇത് 26 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഉടുത്ത സാരിയാണ്. ഇപ്പോഴും അത് ചീത്തയാവാതിരിപ്പുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നത്. കൊള്ളാമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൊള്ളാമോ എൻ്റെ ഈ സാരി? പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടുള്ളൊരു റൈസാണ്. അത് നല്ല അടിപൊളി റൈസാണ്. ഞാൻ തന്നെ സ്വയം കണ്ടെത്തിയ ഒരു റൈസാണ്. കാരണം നമുക്കിവിടെ ഇഷ്ടം പോലെ ചീര ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പല പല സാധനങ്ങൾ പരീക്ഷിച്ചു. അതിലൊന്നാണ് ഈ റൈസ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പം അവർക്ക് കൊടുത്തുവിടാൻ നല്ല ഒരു റൈസാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വേറെ കറിയൊന്നും വേണ്ട. അപ്പം അവരത് കഴിച്ചോളും. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാകുമ്പോൾ ഇങ്ങനൊരു റൈസൊക്കെ കൊടുത്തുവിട്ട് അവരത് ഫുള്ളായിട്ടങ്ങ് കഴിച്ചോളും. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമുക്ക് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചീര റൈസ് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടുന്നത് ബസ്മതി റൈസാണ്. അത് 2 കപ്പ് വേണം. പിന്നെ നമുക്ക് ചീരയാണ്. ചീര ഒരു 3 കപ്പ്, അരിഞ്ഞത് 3 കപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്നത് പിന്നെ സവാളയാണ്. സവാള ഒരെണ്ണം, വലുത് ഒരെണ്ണം, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതായിരിക്കണം. പച്ചമുളക് നമുക്ക് 2 എണ്ണമാണ് വേണ്ടുന്നത്. അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് വേണ്ടുന്നത് സോയാ സോസാണ്. അതൊരു 3 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് എണ്ണ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഇതിന് വേണ്ടി വേണം. അതുപോലെ കുറച്ച് ഉപ്പും. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം സാധനമൊക്കെ അടുത്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം, ഇത്ര വെള്ളമൊന്നും ഇല്ല, കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ബസുമതി റൈസ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് 2 കപ്പാണ്. അത് കഴുകി ഇടാം. നമുക്ക് കഴുകി അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അത് വേകാൻ വെക്കാം. വേകുക എന്ന് പറഞ്ഞാൽ നല്ലോണം വേകണ്ട, ഒരു പകുതി കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന് ഊറ്റിയെടുക്കണം. നമ്മുടെ റൈസ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം കുറച്ച് നേരത്തെ ഉപ്പ് ചേർത്താലേ ഉള്ളൂ ആ ചോറിലേക്ക് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം തന്നെ അത് തിളച്ച് വരുമ്പോൾ തന്നെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കാം. ഒരു പകുതി വേവ് കഴിഞ്ഞെന്ന് തോന്നുമ്പം നമുക്ക് ഈ ചോറൊന്ന് ഊറ്റി മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ചോറ് പൊടിഞ്ഞു പോകും. ചീരയുമായിട്ട് മിക്സ് ചെയ്യുമ്പം ചോറ് പൊടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു 60% വേവ് ആകുമ്പോഴത്തേനും നമുക്കിതിനെ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഞാൻ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്കാണ് ഊറ്റുന്നത്. അതുകൊണ്ട് ഈ പാത്രം തന്നെയാണ് പിന്നെ ഞാൻ ചീരയുമായിട്ട് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പാത്രം ഞാൻ വീണ്ടും ഒന്ന് കഴുകിയിട്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. സെയിം പാത്രം ഉപയോഗിക്കുന്നവർ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കേണ്ടത്. പാത്രം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയിലേക്ക് നമുക്ക് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം. പച്ചമുളകും സവാളയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചീരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചീര ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കുക. അടിയിൽ പിടിക്കാതെ ഇളക്കി അത് നല്ലതുപോലെ വേവിക്കുക. വെന്തതിന് ശേഷം, അത് വെന്തെന്ന് ഉറപ്പായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉപ്പാണ്, 1/2 ടീസ്പൂണോളം ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് വീണ്ടും ഒന്നുകൂടി ഇളക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കാം. കാരണം ആ ഉപ്പ് അതിലെല്ലാം നല്ലോണം പിടിക്കണം, എല്ലായിടത്തും ഒരേപോലെ ആകണം. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ബസുമതി റൈസ് ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇതിനകത്തോട്ട് ചേർക്കാം. ആ കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തട്ടരുത്. അത് ആ ചരുവത്തിലിരിക്കുന്ന ബസുമതി റൈസിന് ചുറ്റും ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇടുമ്പോഴും അതേപോലെ തട്ടി തട്ടി പതുക്കെ അതിന് ചുറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഇടത്തിലേക്കും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ ആദ്യം നമുക്ക് കുരുമുളക് പൊടി ഇടാം, അതിനുശേഷം നമുക്ക് പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം കുരുമുളക് പൊടി ചേർക്കുമ്പോഴും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോഴും ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഒത്തിരി ഇട്ടൊന്നും ഇളക്കണ്ട, ചോറ് പൊടിയും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സോയാ സോസ്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാ സോസും ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്ത് ഒഴിക്കാതെ ഇങ്ങനെ എല്ലായിടത്തും കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഇളക്കുമ്പം എളുപ്പത്തിൽ എല്ലായിടത്തും ഒരേപോലെ പറ്റും. അതിനാണ് നമ്മൾ ഇങ്ങനെ ചുറ്റും ഒഴിക്കുന്നത്. സോയാ സോസ് ചേർത്തതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. റൈസ് മൊത്തത്തിൽ പതുക്കെ വേണം ഇളക്കേണ്ടത്, അല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം. എന്നാലും മൊത്തം ചോറും ആ ചീരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചോറിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഉപ്പ് എത്രത്തോളം വേണമെന്ന് നമുക്ക് മനസ്സിലാകും. ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട, അല്ല കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇച്ചിരി കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചീര റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇനി അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ്സ് ഇടണം. എന്നാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുക, കഴിവതും എല്ലാവരും കമൻറ്റ് ഇടുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക.